ഞാൻ ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പം കർത്താവ് എനിക്കൊരു വാക്യമാണ് തന്നത്. ആ വാക്യവുമായി ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ അതുപോലെ കൈമാറാനാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 2:6 വാക്യം. ഇതിൻ്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം. യേശു ഒരു വീട്ടിലേക്ക്, ഒരു കനാവിലെ വീട്ടിലേക്ക് ചെല്ലുന്ന സന്ദർഭമാണ്. ആ വീടിനകത്ത് ഒരു സംഭവം നടക്കുകയാണ്, കല്യാണം നടക്കുകയാണ്. പക്ഷേ അവിടുത്തെ കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വന്നു. 3 വാക്യത്തിൽ പറയുന്നു, വീഞ്ഞ് പോരാതെ വന്നു. എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം നടക്കുമ്പോൾ ഏറ്റവും വേണ്ടുന്ന വിലപ്പെട്ടതാണ് അവിടെ തീർന്നു പോയത്. ഏറ്റവും വേണ്ടുന്നതാണ് അവിടെ പോരാതെ വന്നത്. പക്ഷേ അവിടെ യേശു ഉണ്ടായിരുന്നു. എവിടെ പോരായ്മയുണ്ടോ അവിടെ യേശു ഉണ്ടാകും. എന്നോടൊപ്പം എത്ര പേര് ആമേൻ പറയുന്നവരുണ്ട്? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നു, ചില പോരായ്മകൾ വരുന്നത് ഓർത്തോണം. ദൈവത്തിന് എന്തോ നിങ്ങളെക്കുറിച്ച് പദ്ധതികളുണ്ട്. എന്തോ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ചില പോരായ്മ ഉണ്ടാകുന്നത്. പോരായ്മ ഉള്ളത് കൊണ്ടാണ് 6 വാക്യം പ്രതീക്ഷിക്കാത്ത ചിലത് അകത്ത് കയറാൻ തുടങ്ങിയത്. സ്തോത്രം, 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 സ്തോത്രം. നല്ല പാത്രങ്ങൾ അകത്ത് ഒത്തിരി ഉണ്ട്, ഉപയോഗിച്ചതുണ്ട്, ഉപയോഗിക്കാത്തതുണ്ട്. പക്ഷേ ദൈവം സെലക്ട് ചെയ്തത് പുറത്തു കടന്നതിനെയാണ്. ഓ ശ്മാന്തല്ലമസ്മിയാതന. ആർക്കും വേണ്ടാതെ കിടന്ന ചില പാത്രങ്ങളെ സ്വർഗം ഇന്ന് സെലക്ട് ചെയ്യും. എന്നോട് എത്ര പേര് ആമേൻ പറയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചിലതിനെ സ്വർഗം ഇന്ന് പറയുക, ഇന്ന് ഞാൻ നിന്നെ സെലക്ട് ചെയ്യും. റിജക്റ്റഡ് ആയി കിടക്കുന്ന ചില ഇടങ്ങളിൽ നിന്ന് ഒരു സെലക്ഷൻ വീഴുകയാണ്. ഈ പാത്രത്തിന് ഒരു പ്രത്യേകതയും പറയാനില്ല, തഴയപ്പെട്ടതാ, അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു ചാൻസും ഇല്ലാത്തതാ. പക്ഷേ യേശു വന്നപ്പോ അകത്തുള്ളതിനെയല്ല എടുത്തത്, പുറത്തുള്ളതിനെയാ എടുത്തത്. ഇന്ന് പകലെ ആരോടൊക്കെയോ ദൂത് കൈമാറുകയാ. എവിടേക്കോ തഴയപ്പെട്ട നിന്നെ ഇന്ന് സ്വർഗം നിന്നെ സെലക്ട് ചെയ്യും. ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞിരിക്കുന്നത് റിജക്ഷൻ ടു സെലക്ഷൻ. എവിടെ നിന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ സ്വർഗം നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൂതായി കൈമാറുകയോ ഈ സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയോ എവിടേക്കോ തഴയപ്പെട്ട നിങ്ങളെ സ്വർഗം ആദരിക്കാൻ. ഈ ദൂതിനെ ആമേൻ പറയാൻ കഴിയുന്നവരെല്ലാം ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നോണം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. എനിക്ക് നല്ലതുപോലെ അറിയോ. ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നവരോട് പറയാ, ഞങ്ങളെ ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്നവരോട് ഞാൻ പറയാ, നിങ്ങൾ എവിടെയൊക്കെ തഴയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നിന്നെ ആദരിക്കുന്ന ഒരു ദൈവം. പുറത്തു കിടന്ന കൽപാത്രങ്ങൾ ഒരു യോഗ്യതയും പറയാനില്ല, ഒരു യോഗ്യതയും പറയാനില്ല, ഒരു മാനവും പറയാനില്ല, ഒരു കുടുംബശ്രേഷ്ഠതയും പറയാനില്ല. പക്ഷേ അകത്തേക്ക് വിളിക്കുക. ആരാ വിളിക്കുന്നതെന്ന് അറിയാമോ? യേശു വിളിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ ആരൊക്കെ ഇതിനകത്ത് സ്വർഗം വിളിക്കുന്നുണ്ട്? Are you ready for that? ഇന്ന് പകൽക്കാലം അതിന് തയ്യാറെടുക്കുന്ന എത്ര പേരുണ്ട്? ദൈവശബ്ദം കേൾക്കാൻ, ദൈവത്തിന്റെ വാക്കുകളെ അതുപോലെ അനുസരിക്കാൻ ഈ തലമുറയ്ക്കകത്ത് ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. അതാകട്ടെ ഈ സഭയുടെ ലക്ഷ്യം. സ്തോത്രം, 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 സ്തോത്രം. മ്യൂസിക്കൽ നൈറ്റ് നടത്തി പേര് പറയാനല്ല, ഇതിനകത്തുനിന്ന് ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പറ്റിയാൽ, മഹനീയം ചർച്ചിനകത്ത് ഞാൻ പറയാം, ഒരു മിഷണറിമാരെ എഴുന്നേൽപ്പിക്കാൻ പറ്റിയാൽ,
അഭിഷക്തൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനകത്തുനിന്ന്, ഈ പട്ടണത്തിനകത്തുനിന്ന് ഒരു കൂട്ടം മിഷണറിമാർ എഴുന്നേറ്റെന്ന്. ഞാൻ പറയുന്നു, നമ്മുടെയൊക്കെ സഭകൾക്കകത്ത് നിന്ന് മിഷണറിമാർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഇവാൻ റോബോട്ട്സുകളെ പോലുള്ളവർ എഴുന്നേൽക്കട്ടെ. ഒരു പട്ടണത്തെ പിടിക്കാൻ ഒരു മനുഷ്യനാ കഴിഞ്ഞത്, ഒരു മനുഷ്യനാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ പട്ടണം, ആരും അറിയാതെ കിടക്കുന്ന ഈ പട്ടണത്തെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ മതി ഈ രാജ്യത്തെ പിടിച്ചടക്കാൻ. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേര് അതിന് തയ്യാറാകുന്നുണ്ട്? റിജക്ഷൻ ആയവനെ അകത്തേക്ക് വെൽക്കം ചെയ്യുക. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അമ്മയുടെ ദുഃഖവും ആ വീട്ടിലെ അമ്മയുടെ ദുഃഖവും സ്വകാര്യ ദുഃഖത്തെ തീർത്ത ഒരു സമയമാണ് കാനാവിലെ വീട്. യേശുവിന്റെ അമ്മയുടെ ദുഃഖവും തീർന്നു, ആ വീട്ടിലെ അമ്മയുടെ ദുഃഖവും ദൈവം തീർത്തു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഇതിനകത്ത് ഇരിക്കുന്നവരോട് പറയാം, ചില സ്വകാര്യ ദുഃഖത്തെ പോലും ക്ലിയർ ഔട്ട് ചെയ്യാൻ എൻ്റെ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ യേശു വന്നിട്ടുണ്ടെന്ന്, എൻ്റെ യേശു വന്നിട്ടുണ്ടെന്ന്. അയ്യോ ദൈവമക്കളെ, ദൈവം വന്നിട്ടുണ്ടെന്ന്, എൻ്റെ യേശു വന്നിട്ടുണ്ടെന്ന്. ആരെങ്കിലും എവിടെയെങ്കിലും റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തിരുവചനത്തിൽ എവിടെയെങ്കിലും റിജക്ഷൻ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, തിരുവചനത്തിൽ 2 വ്യക്തികളെ 3 വ്യക്തികളെ ഞാൻ തൊട്ടിട്ട് വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് ജോസഫ്. സ്വന്തം സഹോദരങ്ങളാൽ റിജക്റ്റഡ് ആയവരാണ്. എന്തുകൊണ്ടാണ് ജോസഫിനെ റിജക്റ്റ് ചെയ്യാനുള്ള കാര്യം? തിരുവചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിനകത്ത് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അധികം സ്നേഹിച്ചത് കൊണ്ട് ഒരു നീലയങ്കി കൊടുത്തു. അപ്പൻ എല്ലാവരെക്കാളും അധികം സ്നേഹിച്ചത് കൊണ്ട് അവനെ പകച്ചു. അവനോട് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. ഹലോ, ഇതന്നെയല്ലേ നമ്മളും അനുഭവിക്കുന്നത്? നമ്മളോട് സംസാരിക്കാൻ ചിലർക്കൊന്നും ഇഷ്ടമില്ല. ഇത് ഇന്ന് തുടങ്ങിയതല്ലെന്നേ, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. റിജക്റ്റഡ് ആയ ഇതിനകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് ഒത്തിരി പേര് റിജക്റ്റഡ് ആയ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ നിന്നെ അറിയുന്നൊരു കർത്താവ് വന്നിട്ടുണ്ട്. അവൻ നിന്നെ സെലക്ട് ചെയ്താൽ ചിലർ നിന്നെ ആദരിക്കും. സ്തോത്രം. 1-ാമത്തെ വാർദ്ധക്യത്തിലുണ്ടായ മകൻ 2 നീലയങ്കി കൊടുത്തു. 2-ാമത്തെ കാര്യം, അപ്പന്റെ ഫേവറേറ്റ് പുത്രനാണ്. അടുത്തത് ഇവന്റെ സ്വപ്നം. 5-ാമത്തെ വിഷയം എന്നെ ഭയങ്കരമായി തൊട്ടു, അസൂയ നിമിത്തം. അയ്യോ, അങ്ങനെ വാക്യമുണ്ടോ? വായിക്കണം. അതിന്റെ 11-ാമത്തെ വാക്യം, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ പറയും, മറ്റുള്ളവരുടെ മന്ത്രവാദത്തെക്കാൾ ഏറ്റവും വലുത് അസൂയ. എന്റെ ചർച്ചിൽ എത്ര പേരുണ്ട്? നിന്റെ ചർച്ചിൽ എത്ര പേരുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. അസൂയ നമുക്ക് വേണ്ട കേട്ടോ. നമ്മളെ ദൈവം ഏൽപ്പിച്ചതെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ഡ്യൂട്ടി ദൈവത്തിന്റെ. എന്റെ ഭാഷയെ പറഞ്ഞ, നട്ടത് ദൈവമാണെങ്കിൽ അതിനെ വളർത്തുന്നതും ദൈവമായിരിക്കും. നിന്നെ നട്ടത് ദൈവമാണെങ്കിൽ ഇന്ന് പകലിൽ ആരോടൊക്കെ ദൂത് കൈമാറുന്നു, നിന്നെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. റിജക്ഷൻ അനുഭവിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. മറ്റുള്ളിടത്ത് നിന്ന് പ്രശ്നം വന്ന പിന്നെയും സഹിക്കാം, സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് പ്രശ്നം. പാസ്റ്റർമാരുടെ മക്കളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഒരിക്കൽ പോലും പാസ്റ്റർമാരാകത്തില്ല.
കാരണം ഇതിനകത്ത് വളർന്നവരാരും പറയും വേണ്ടെന്ന് പറയും അല്ലേ. പക്ഷെ ഒരു തലമുറ കർത്താവ് എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. പക്ഷേ ഒരു കാര്യം പറയാം, ഇവിടെ റിജക്ഷൻ അനുഭവിക്കുമ്പോൾ ഒരു മനുഷ്യനെ നോക്കി, ജോസഫിനെ നോക്കി, റിജക്ഷൻ അനുഭവിക്കുക, ആരാലും ത്യജിക്കപ്പെടുക, ആരാലും പകയ്ക്കപ്പെടുക. ആ മനുഷ്യൻ വായ്ത്തത്തം സ്വപ്നം തന്ന ദൈവം വിശ്വസ്തനാണെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സ്വന്തം സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവര് അവനെ തള്ളിപ്പറഞ്ഞാൽ അവന് അത്ര വിഷയമില്ല. സ്വന്തം സഹോദരങ്ങൾ നമ്മളെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടാവുമോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ സഭയ്ക്കകത്തുനിന്ന് വന്നവരാ, അതാ ഏറ്റവും വലിയ പ്രശ്നം. സ്വോത്രം. ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണേ. ഇത് ദൈവത്തിന്റെ സഭയാ. ഇതിനെ കയറി കൈവെക്കല്, സ്വർഗം കൈകാര്യം ചെയ്യും. നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയാം, എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ കയറി പോകുന്നതെന്ന്. നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ ആ സഭ അല്ലെന്നേ, ദൈവത്തിൻ്റെതാണെന്നേ. ഇതിനെ ലീഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഞാൻ പറയുന്നു, ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന പ്ലേസിൽ ആർക്കും ഒരു പ്രാധാന്യമില്ല. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. അവിടെ വർഷിപ്പ് ലീഡറിന് പ്രാധാന്യമില്ല, അവിടെ പാസ്റ്റർക്ക് പ്രാധാന്യമില്ല, അവിടെ ഒറ്റരാക്കിയ പ്രാധാന്യമുള്ളൂ, പരിശുദ്ധാത്മാവിനാണ്. ഗ്ലോറി. സ്വന്തം വീട്ടിൽ നിന്ന് ജോസഫിന് പ്രതിസന്ധി വരിക. താഴോട്ട് വായിച്ചു വരുമ്പോ പറയാ, ദേ വരുന്നു സ്വപ്നക്കാരൻ, അവനെ കൊന്നുകളയണം. ഞാൻ ജോസഫിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജോസഫേ, പതറിപ്പോയില്ലേ? ഇടറിപ്പോയില്ലേ? പിറുപിറുത്തില്ലേ? ജോസഫ് പറയുന്നൊരു വാക്കുണ്ട്, ഇല്ല, വായ്ത്തത്ത തന്നവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞ മാറാത്തവനാണ്. ഈ കുഴിക്കകത്ത് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു ചേട്ടന്മാർക്ക് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര വെട്ടിയ ഘട്ടയാണെങ്കിലും അത് ഉയർത്തെഴുന്നേറ്റിരിക്കും. വെട്ടേറ്റ ഘട്ടങ്ങൾ ഇതിനകത്തുണ്ടോ? സ്വോത്രം. നിങ്ങളൊക്കെ വയല് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരായിരിക്കുമല്ലോ. വയലിൽ കറ്റ ഒരിക്കലും നേരെ നിന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. പക്ഷെ ജോസഫിന്റെ സ്വപ്നം വെട്ടിയ കറ്റ നേരെ നിൽക്കുന്നതാ. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വെട്ടിയ കറ്റ ഒരിക്കലും ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, ഇങ്ങനെ നിന്നിട്ടില്ലെന്ന്. പക്ഷെ ജോസഫിന്റെ സ്വപ്നത്തിൽ വെട്ടിയ കറ്റ നേരെ നിൽക്കുകയാ. വായ്ത്തത്തമുണ്ടോ? നീ നേരെ തന്നെ നിൽക്കും, എത്ര വെട്ടിയാലും. ഈ വെട്ടേറ്റ ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ, വെട്ടേറ്റ ജോസഫുമാർ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. സ്വോത്രം. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരകൾ അടിച്ച് അല്പസമയം വെട്ടേറ്റ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഇത് നിന്റെ ഭയനാണ്. എല്ലാവർക്കും പ്രശ്നമില്ലെന്നേ, എല്ലാവർക്കും പ്രശ്നമില്ല. നീ ദൈവത്തിന്റെ ഫേവറേറ്റ് ആണെങ്കിൽ നിനക്ക് പ്രശ്നമുണ്ട്. അപ്പന്റെ ഇഷ്ടപുത്രനാണെങ്കിൽ ഞാൻ പറയും ലിമിറ്റഡ് എഡിഷൻ ആണ് നീ. ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടാകും, ആർക്കുമില്ലാത്ത പ്രതികൂലത്തിൽ കൂടെ നീ കടന്നു പോകേണ്ടി വരും. ഹലോ, നീ അപ്പന്റെ ഫേവറേറ്റ് ആണെങ്കിൽ, ഇന്നത്തെ തലമുറയുടെ ചോദ്യത്തിനകത്ത് നിന്നുകൊണ്ട് പറയാം, നമ്മുടെ ദൈവം എന്താ സാഡിസ്റ്റ് ആണോ? നമ്മുടെ തലമുറകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാ. നമ്മുടെ ദൈവത്തിന് നമ്മളെ വേദനിപ്പിച്ചാലേ, ഇന്ന് പകല് പരിശുദ്ധാത്മാ പറയാ, വേദനയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോ നീ ഒരു സാന്നിധ്യം അറിയും.
വേദനയ്ക്കകത്തൂടെ നീ പോകുമ്പോ മാർവോട് അടയ്ക്കുന്ന ഒരു സാന്നിധ്യത്തെ നിനക്കറിയാൻ പറ്റും. റിജക്ഷൻ അനുഭവിക്കുമ്പോ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. വെട്ടിയതിന് നന്ദി പറഞ്ഞോണം. ചിലതൊക്കെ വെട്ടുന്നത് നല്ലതാ കേട്ടോ, ചിലത് അറുത്തു മാറ്റുന്നത് ചിലത് നല്ലതിനാ കേട്ടോ. എനിക്കറിയത്തില്ല ഇതെന്താ ഇങ്ങനെ പോകുന്നതെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, ചിലത് വായ്ത്തത്തം നിറവേറാൻ സമയമായി. ഈ സഭയോട് പരിശുദ്ധാത്മാവ് എന്റെ വെളിയിൽ കിടക്കുന്ന ആ പ്രവാചക ശബ്ദത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ചില അടയാള സഹിതം ദൈവം നിങ്ങളെ കൂടെ ഉണ്ടെന്ന്. ആ വാക്കെന്നോട് പറയാൻ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കയില്ലെന്ന്. റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടോ? തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇത് നിന്നോടുള്ള സന്ദേശമാ. ജോസഫേ, ഒരു പൊട്ടക്കിണറ് കൊണ്ട് നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. വെട്ടിയതിന് നന്ദി പറഞ്ഞു, കാരണം വായ്ത്തത്തെ നിറവേറാൻ സമയമായി. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ ഇട്ടില്ലെങ്കിൽ അവനോട് പറഞ്ഞ വായ്ത്തത്തെ നടക്കത്തില്ല. ഹലോ, ജോസഫിനെ പൊട്ടക്കിണറ്റിൽ ഇട്ടില്ലെങ്കിൽ ആ വായ്ത്തത്തെ നടക്കത്തില്ല. അത് നടന്നേ പറ്റൂ. നടക്കണമെങ്കിൽ ഒരു ദൂതൻ അവിടെ എൻകൗണ്ടർ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ റബഖസ്മിയാഥിനി ശഗൽഖമനഗസ്മിയാഥിനി രൂപഖതേഹ. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വാക്യം ഞാൻ പറയാം. ജോസഫിനെ തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ജോസഫിനെ ദർശനത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൻ പറഞ്ഞത് മക്കളുടെ ക്ഷേമാന്വേഷണം നടത്താനാണ്, ഫുഡുമായി പോകാനാണ്. പക്ഷെ 16-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യത്തിൽ ഒരുത്തൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ അവിടെ ഒന്ന് ഡൈവേർട്ട് ചെയ്തു. ആ വാക്യം ഒന്ന് വായിക്കണം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി. ഒരുത്തൻ കണ്ടു. എന്നന്വേഷിക്കുന്നു എന്ന് ഈ ഒരുത്തനെ കണ്ടില്ലാണെങ്കിൽ ഉറപ്പായിട്ടും പാസ്റ്ററെ ജോസഫ് തിരിച്ച് വീട്ടിൽ പോയനെ. ഇവൻ കാണേണ്ടത് ഈ മരുഭൂമിക്കകത്താ. പക്ഷേ ഇവൻ തപ്പി നടക്കുന്നത് കണ്ടപ്പോ ഒരുത്തൻ വന്നിട്ട് ചോദിക്കാൻ, നിങ്ങൾ എന്തോ അന്വേഷിക്കുന്നേ? നീ എന്തോ അന്വേഷിക്കുന്നേ? പറയാ, സ്വന്തം സഹോദരങ്ങളെ അന്വേഷിക്കുക. അവര് പറയാണ്, ദോദാനിലുണ്ടവൻ. ചില ഡയറക്ഷൻ തരാൻ നിനക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. എനിക്കറിയത്തില്ല ഈ വാക്ക് പറയുമ്പോ പരിശുദ്ധാത്മാവ് ആരെയൊക്കെ തൊടുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു. എനിക്ക് ആ ദൂത് കിട്ടിയപ്പോ എനിക്കത് പറയാതെ പോകാൻ പറ്റുന്നില്ല. ഇവന്റെ ഡയറക്ഷനെ തിരിക്കാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ ചിലരുടെ ഡയറക്ഷനെ തിരിക്കാൻ സ്വർഗം ഇറങ്ങി വരും. ഹേ, നിന്റെ പ്രതിസന്ധിക്കകത്ത് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരുത്തൻ ഇറങ്ങി വരുമെന്ന്. അത് ഡയറക്ഷൻ തരുന്നത് അയ്യോ തീർന്നു പോയെന്ന് പറയാനല്ല, അതിനകത്തോട് വഴി നടത്താനാണ്. ഇന്ന് പകലിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഒരു ഡയറക്ഷനുമായി എന്റെ ദൈവത്തിന്റെ ദൂതൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. വായ്ത്തത്തം നടക്കണോ? ഒരു ഡയറക്ഷൻ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു അഭിഷേക്തൻ ഇങ്ങനെ ഒരു പ്രസംഗിച്ചൊരു വാക്കുണ്ട്:
ദൈവം തന്നെ സംവിധാനം ചെയ്ത, ദൈവം തന്നെ ഡയറക്ഷൻ കൊടുത്ത ഇസ്രായേൽ മക്കൾക്കകത്തും ചെങ്കടലുണ്ടായിരുന്നു. അത് മാറ്റിക്കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റുമായിരുന്നു. പക്ഷേ ഒന്നറിയാം, അതിനകത്തൂടെ പോകുമ്പോഴും അതിനകത്ത് ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന്, അതിനകത്ത് നിന്നെ നടത്താൻ കഴിവുള്ളവൻ ഉണ്ടെന്ന് അവൻ അറിയണമായിരുന്നു. ഡയറക്ഷൻ ചെയ്തത് ദൈവമാണെങ്കിൽ, ഒരുത്തനെ തിരിച്ചത് ദൈവമാണെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു. സ്വർഗീയ ഐഡന്റിറ്റി, റിജക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ സ്വർഗീയ ഐഡന്റിറ്റി നിന്റെ വേളി വരും. സ്വോത്രം 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 സ്വോത്രം. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പുതിയ ദൂതുകൾ കൊണ്ടിടുന്നു. റിജക്ഷൻ ആയിട്ടുണ്ടോ, ചില ഐഡന്റിറ്റിയോടെ ദൈവം നിന്നെ പുറത്തെടുക്കും. ജോസഫിന്റെ സഹോദരന്മാര് ചെന്ന് അപ്പനോട് ചെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നീ സ്നേഹിച്ച നിന്റെ മകൻ മരിച്ചുപോയി. ഓ, എന്നാ പെയിൻ ആയിരിക്കും അല്ലേ അപ്പൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോ. അപ്പൻ തകർന്ന് എന്ന് പറഞ്ഞാൽ അപ്പൻ കൊടുത്ത വസ്ത്രമാണ് ഇവന്മാര് കീറിയത്. എന്നെ കൊന്നുകളയാനാ പദ്ധതി ഇട്ടത്. പക്ഷേ വായ്ത്തത്തമുള്ളവനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന്. ആമേൻ പറയുന്നവർക്കായി സ്തോത്രം. ദർശനമുള്ളവനെ ചവിട്ടി ഒത്തിരി നാളൊന്നും ഒതുക്കി വെക്കാൻ പറ്റത്തില്ലെന്ന്. വായ്ത്തത്തമുള്ളവനെ ഒന്നും ചവിട്ടി വെക്കാൻ പറ്റത്തില്ലെന്ന്. അവ പുറത്തു വരുമെന്ന വായ്ത്തത്തമുണ്ടോ, നീ പുറത്തു വന്നിരിക്കും. എത്ര പൊട്ടക്കിണറായാലും നീ അനായാസം അതിനകത്തൂടെ കയറി വരും. പൊട്ടക്കിണറ്റിന്ന് കയറി വന്ന് 45-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ തന്നെത്താനെ വെളിപ്പെടുത്തുമ്പോ ജോസഫ് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ ചെന്ന് അപ്പനോട് പറയണം, ഞാൻ ജീവനോട് ഇരിക്കുന്നു. റിജക്റ്റഡ് ആക്കിയവനെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കുന്ന ഒരു ദൈവം. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയത്തില്ല. ഈ ഓൺലൈനിനകത്തൂടെ അല്ലാതെ ഭിന്നത്തേതിൽ കേൾക്കുമ്പോ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, നിന്നെ റിജക്റ്റ് ചെയ്തവർ തന്നെ നിന്റെ മുമ്പിൽ വരും. നിന്നെ മാറ്റി നിർത്തിയവർ തന്നെ നിന്റെ മുമ്പിൽ വരും. ഇത് തിരുവചനമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ്. എവിടെ നിന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നെ ആദരിക്കും. എന്റെ ദൈവത്തിന്റെ പദ്ധതി അതാണ്. എവിടെ നിന്നെ താക്കാൻ ശ്രമിച്ചോ അവിടെ തന്നെ നിന്നെ ഉയർത്തും. വിശ്വസിക്കുന്നവരുണ്ടോ? ഇത് ഇന്ന് പകലിൽ ഈ ദൂത് ചിലരുടെ ലൈഫിനകത്ത് സംഭവിക്കും. ജോസഫ് റിജക്റ്റഡ് ചെയ്തു, പക്ഷെ പിന്നത്തേത് തെളിയിക്കപ്പെട്ടു. അടുത്ത ഞാൻ വേഗത്തിൽ വേറൊരാളെ കൂടെ പോവാ. സഹോദരങ്ങൾ തന്നെ നിന്ദിക്കപ്പെട്ട് റിജക്റ്റ് ചെയ്ത ഒരാളും കൂടെ ഉണ്ട്, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേണ്ടാത്തവനായിരുന്നു, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവനായിരുന്നു. അപ്പൻ സകലരെയും മുന്നിൽ വിളിച്ചു നിർത്തി, മക്കളെല്ലാം വിളിച്ചു നിർത്തിയിട്ട് ഒരു മോനെ മാത്രം മറന്നുപോയി. അല്ലെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞ മനഃപൂർവ്വമായിട്ട് വിളിച്ചില്ല, അവഗണിക്കപ്പെട്ടു. ഏലിയാബ് വന്ന് നിന്നപ്പോ ഇതാ നിന്റെ ദാസനെന്ന് പറഞ്ഞു. പക്ഷേ ശമൂവേലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പറയാതെ തൈലക്കൊമ്പ് അനക്കിയേക്കരുത്. വായ്ത്തത്തമുള്ളവൻ വീട്ടിൽ വരാതെ ചിലതും നടക്കത്തില്ലെന്ന്. റിജക്റ്റഡ് ആയ നിന്നെ വിളിച്ചു വരുത്താൻ എന്നെ ഭയങ്കരമായി ചലിപ്പിച്ച അടുത്തൊരു വാക്യമുണ്ട്. അവനെ ആളയപ്പിച്ചു വിളിച്ചു. അവനെ ആളയച്ച് വിളിപ്പിച്ചു. എന്റെ ദൈവം ആരാ? മനുഷ്യൻ മറന്നാൽ എന്റെ ദൈവം മറക്കത്തില്ല കേട്ടോ. നീ വായ്ത്തത്തെ മറന്നാൽ എന്റെ ദൈവം പറയും ഞാൻ മറക്കത്തില്ലെന്ന്. മനുഷ്യൻ മറന്നാലും അല്ലെങ്കിൽ പ്രവാചകൻ മരിച്ചുപോയാലും വായ്ത്തത്തമുണ്ടോ അത് നിറവേറിയിരിക്കും. ജീസസ്
അഭിഷേകം വീടേണ്ടത് ദാവീദേ നിന്റെ മുകളിലാ വീടേണ്ടതെങ്കിൽ എത്ര വലിയവൻ വന്ന് നിന്നാലും ചലിക്കത്തില്ല. റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൻ ആദ്യമേ റിജക്റ്റ് ചെയ്യിപ്പിച്ചു. അടുത്തത് സ്വന്തം സഹോദരങ്ങൾ അവനെ റിജക്റ്റ് ചെയ്തു. ഇതും ജോസഫിന്റെ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. കാരണം സ്വന്തം സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി പോകുമ്പോഴാണ് പലരും നമ്മൾ ആശ്രയിക്കുന്നവർ, അല്ലെങ്കിൽ ആശ്രയം നമുക്ക് കിട്ടുമെന്ന് പറയുന്ന പലരും നമ്മളെ റിജക്റ്റ് ചെയ്യുന്നത്. ഹലോ, നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഹെൽപ്പ് ചെയ്തവരും നമ്മൾ കൈക്ക് പിടിച്ചവരുമാ നമുക്കിട്ട്. നിങ്ങൾ പറ സ്വോത്രം. ആഹാരവുമായിട്ട് പോയവനാ, അവന്റെ ജീവൻ നിലനിർത്താൻ പോയവനാ, അവനെയാ കുഴിച്ചിടാൻ നോക്കുന്നേ. അങ്ങനെയുള്ളവനെ ഉള്ളു പ്രതിസന്ധി എന്ന്. അങ്ങനെയുള്ളവനെ റിജക്ഷൻ ഉള്ളെന്ന്. ഇതെന്താ ഇങ്ങനെ പറയുന്നേ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പറയാം, ഈ ദാവീദിനെ കൊണ്ടുവന്ന് മുന്നിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോ, ചേട്ടന്മാര് ഇവന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു. സംസാരിക്കുമ്പോഴെല്ലാം ചേട്ടന്മാരുണ്ട്, അടുത്തിരിപ്പുണ്ട്. പക്ഷേ ദാവീദ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇവനെ കൊല്ലുന്നവന് എന്ത് കിട്ടും? 17 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. എന്റെ മുമ്പിൽ സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുക. ഇവനെ കൊല്ലുന്നവന് എന്ത് കിട്ടും? ഇത് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഏലിയാബ് വന്നിട്ട് പറയാണ്, നിനക്ക് എന്തിന്റെ അഹങ്കാരമാ? ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചു. അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. സ്തോത്രം. അന്നും ഉണ്ട് ഇന്നും ഉണ്ടെന്ന്. സ്തോത്രം. നിനക്ക് എന്തിന്റെ അഹങ്കാരം? നിനക്ക് മരുഭൂമി ആടില്ലാഞ്ഞിട്ടോ നീ ഇവിടെ വരുന്നേക്കുന്നേ. പക്ഷെ വാഴ്ത്തത്വത്തിന്റെ സമയമാകുമ്പോ ആടിനെ നീ വിടും. അഭിഷേകമുള്ളവനെ കാട്ടിനകത്തോട്ട് തിരിച്ചു വിട്ടാലും സമയമാകുമ്പോ നീ തിരിച്ചു വരും. നിന്റെ ടൈമായെന്ന് സ്വർഗം മനസ്സിലാക്കിയാൽ നീ തിരിച്ച് വീട്ടിൽ കയറി വന്നിരിക്കും. തിരിച്ച് നീ യുദ്ധകാലത്തിൽ വന്നിരിക്കും. സമയമായാൽ അടുത്തത് വെറും കൽപാത്രത്തിനകത്ത് വെള്ളം നിറയ്ക്കും. സമയമായാൽ അത് വീഞ്ഞ്, അതിന്റെ വെള്ളത്തിന്റെ ടേസ്റ്റ് മാറും. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നല്ലോ, സമയമാകുമ്പോ നിന്നെ വീട്ടിലെത്തിക്കും. വീട്ടിൽ നിന്ന് എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. സമയമാകുമ്പോ നിന്റെ കറ്റ ഉയർന്നിരിക്കും. സ്വോത്രം. സമയമായപ്പോ അവൻ അകത്ത് ചെന്നു. അവിടെ ചെന്നപ്പോ പറയാ, എനിക്ക് ശൗല നിന്റെ വസ്ത്രമൊന്നും എനിക്ക് വേണ്ട. പക്ഷേ അടുത്ത സെക്കൻഡിൽ അഭിഷേകമുള്ളവൻ കല്ലെടുത്തപ്പോ അഭിഷേകം വ്യാപരിച്ചു. ഒന്നും കൂടെ പറഞ്ഞാൽ അച്ഛാ ഒത്തിരി ഒന്നും വേണ്ട, ഒരു കല്ല് മതി, ഉള്ളതൊന്നു മതിയെന്ന്. നിന്റെ പ്രാർത്ഥനാ ജീവിതം ഒന്നു മതി, അത് വെച്ച് നീ ഒന്ന് ഉന്നം ചെയ്തു നോക്കിയേ. ഞാൻ വിശ്വസിക്കുന്ന തിരുവചനം അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? കല്ല് ദാവീദ് എടുത്തപ്പോഴേ സ്വർഗം തുറന്നു കാണും. ദൂതന്മാരെ കൊണ്ട് വെട്ടി താഴെയിട്ട് കാണും, എന്ന് പറഞ്ഞ തെള്ളി താഴെയിട്ട് കാണും. കാരണം അടുത്ത സെക്കൻഡിൽ അഭിഷേകം അവന്റെ കാലുകളിൽ വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഗോലിയാത്ത് താഴെ വീണപ്പോഴേ ദാവീദ് അവിടെ പ്രസന്റാ. നിങ്ങളാരും വായിച്ചിട്ടില്ലേ? നിങ്ങൾ ചെന്ന് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ദാവീദ് അല്ലെങ്കിൽ ഗോലിയാത്ത് വീണപ്പം തന്നെ ദാവീദ് അവിടെ പ്രസന്റാ. എറിഞ്ഞവൻ എങ്ങനെ അവിടെ വന്നേ? അഭിഷേകമുണ്ടെങ്കിൽ നിന്റെ കാലിന്റെ വേഗത കൂടും. ഒന്നും കൂടെ പറഞ്ഞാൽ നിന്റെ വായ്ത്തത്വത്തിന്റെ വേഗത കൂടും. അഭിഷേകമുണ്ടോ?
റിജക്റ്റഡ് ആയിട്ടുണ്ടോ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വേഗത കൂടാൻ പോകുക. വായ്ത്തത്തിന്റെ സമയത്തിന്റെ വേഗത. Come on. The time അത് കൂടാൻ പോകുക. അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുക. അതുകൊണ്ടാണ് പാടിയത്, വായ്ത്തത്തിന്റെ സമയമായി ഇത്. സ്വോത്രം 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 സ്വോത്രം. ഞാൻ അവസാനിപ്പിക്കുക. റിജക്റ്റഡ് ആയി സ്വന്തം സഹോദരൻ ചേട്ടന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ അപമാനപ്പെടുത്തി. നമ്മളെ പബ്ലിക്കിന്റെ മുമ്പിൽ അപമാനപ്പെടുത്തിയ നമ്മൾ എന്തോ ചെയ്യും? അച്ഛാ എന്ത് ചെയ്യും പാസ്റ്ററെ? നമ്മൾ എന്തോ ചെയ്യും? നമ്മളങ്ങ്. പക്ഷെ ഇവന്റെ ചോദ്യം നിന്നില്ല. വീണ്ടും അവൻ അടുത്തവനോട് ചോദിക്കാൻ തുടങ്ങി. ഇവന്റെ ചോദ്യം അവസാനിച്ചില്ല. ചേട്ടൻ അത് പറഞ്ഞുകൊണ്ട് ചോദ്യം അവസാനിപ്പിച്ചില്ല. ഇവൻ വീണ്ടും പോയി ചോദിക്കാൻ തുടങ്ങി. ഇവനെ കൊല്ലുന്നവൻ എന്ത് കിട്ടും? ഇത് സമയമായി. നിന്റെ മേളിൽ കിടക്കുന്ന വായ്ത്തത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സമയമായി. ഇന്ന് പകൽക്കാലം പറയുന്നു, റിജക്റ്റഡ് ആയതിടത്ത് തന്നെ കർത്താവ് ചിലത് മാനിക്കാൻ പോവുക. സ്തോത്രം. നോക്കിയേ, അവന്റെ തല അവന്റെ വാളുകൊണ്ട് എന്നെ ഭയങ്കരമായി തൊട്ടു. ആരുടെ വാളും കൊണ്ടെന്നറിയാമോ? ദാവീദിന്റെ കയ്യിലുള്ള വാളും കൊണ്ടല്ല. അവന്റെ കൈ വാളില്ലായിരുന്നു. ഗോലിയാത്തിന്റെ വാൾ ഊരി അവന്റെ തല അറുത്തെടുത്തു. ഇന്ന് പകലിൽ ചില ശത്രുവിന്റെ തലയെ കൊയ്തെടുക്കാൻ റിജക്റ്റഡ് ആയവനെയാ ദൈവത്തിന് ആവശ്യം. ഇന്ന് പകലിൽ ഇതുപോലൊരാൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ആരെന്നറിയാമോ? യേശു ക്രിസ്തു. സ്വന്തം ജനം സ്വീകരിക്കുമെന്ന് പറഞ്ഞ് യോഹന്നാൻ 1:9 ഇങ്ങനെ പറയുന്നു, സ്വന്തം ജനം എന്നെ സ്വീകരിക്കുമെന്ന് ഓർത്തു, പക്ഷെ സ്വന്തം ജനമോ അവനെ സ്വീകരിച്ചില്ല. ആർക്ക് വേണ്ടിയാണ് ഈ റിജക്ഷൻ അനുഭവിക്കപ്പെട്ടത്? നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ജീവന് വേണ്ടിയാണ്. ഇന്ന് പകലിൽ എത്ര പേരത് വിശ്വസിക്കുന്നവരുണ്ട്? വെട്ടേറ്റിട്ടുണ്ടായിരിക്കാം, പ്രതീക്ഷയില്ലാതായിരിക്കാം. ഒന്ന് പറയാൻ പറ്റുമോ? പോരായ്മ വന്നതിന് നന്ദി കർത്താവേ, വെട്ടിയതിന് നന്ദി കർത്താവേ, വെട്ടിയതിന് നന്ദി കർത്താവേ. പറയാൻ പറ്റുമോ? എന്നെ മനുഷ്യൻ വെട്ടിയതിന് നന്ദി, മനുഷ്യൻ റിജക്ട് ചെയ്തതിന് നന്ദി. സ്വർഗം സെലക്ട് ചെയ്തിട്ടുണ്ടോ? അത് മതിയെന്ന് എന്റെ വാക്ക് ഒന്നുകൂടെ പറയുക. മനുഷ്യൻ നിന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടോ? സ്വർഗം നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ നിന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടോ? തഴയപ്പെട്ടിട്ടുണ്ടോ? അവനെയാ ദൈവത്തിന് ആവശ്യം. ആർക്കും വേണ്ടാതെ കിടന്ന പാത്രത്തെ നിങ്ങൾ ചിന്തിക്കണം. വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഒരുപക്ഷെ അകത്ത് കാണാം. നമ്മുടെ സഹോദരിമാരോടൊക്കെ ചോദിച്ചാൽ പറയും, ചില പാത്രങ്ങൾക്ക് പല പ്രത്യേകതകളുണ്ട്. ഷോക്കേസിൽ വെക്കുന്ന പാത്രങ്ങളുണ്ട്, അല്ലേ? ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രങ്ങളുണ്ട്. പക്ഷെ ഒന്നിനെ അത് എടുത്തില്ല. വിലപിടിപ്പുള്ള ഒന്നിനെ എടുത്തില്ല. വിലയില്ലാത്തതിനെയാണ് യേശു തെരഞ്ഞെടുത്തത്. യേശു എവിടൊക്കെ ആരെ എന്തിനെ തെരഞ്ഞെടുത്താലും ആർക്കും വേണ്ടാത്തതിനെയാ സ്വർഗം തെരഞ്ഞെടുത്തിട്ടുള്ളത്. യേശു യാത്ര ചെയ്യാൻ എടുത്തത് കഴുതയാ, ആർക്കും വേണ്ടാത്തതിനെയാ. ഇന്ന് പകൽ എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണമെന്നൊന്ന് പറയാൻ പറ്റുമോ? എന്നെ മനുഷ്യൻ റിജക്ട് ചെയ്തപ്പാ എല്ലാ കണ്ണുകളും അടയട്ടെ. ഇത് നിന്റെ വാഴ്ത്തത്തിന്റെ സമയമായി, ഇത് സമയമായി. എന്നെ ഒന്ന് സഭയെ ഒന്ന് തെരഞ്ഞെടുക്കണേ ഈ ഉണർവിനായി. ദൈവദാസൻ പറഞ്ഞ ഒരു വാക്കിനെ ഞാൻ ആമേൻ പറയുക. അങ്ങനെ കാഴ്ചപ്പാടുള്ള തലമുറകൾ അല്ലെങ്കിൽ പിതാക്കന്മാർ എഴുന്നേൽക്കട്ടെ. ഇത് അന്ത്യകാലമാണ്, ഇത് ഉണർവിന്റെ സമയമാണ്. ഈ സമയത്ത് ഉണർന്നില്ലെങ്കിൽ ഒന്ന് സമർപ്പിക്കപ്പെടാൻ പറ്റുമോ? വെട്ടിയതിന് നന്ദി, മനുഷ്യൻ വെട്ടിയതിന് നന്ദി.
അങ്ങ് വെട്ടല്ലേ എന്നൊന്ന് പറയാമോ? മനുഷ്യൻ റിജക്റ്റ് ചെയ്താൽ പ്രശ്നമില്ല കേട്ടോ, ദൈവം സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവം റിജക്റ്റ് ചെയ്താൽ പിന്നെ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. പറ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ദാവീദ് പറഞ്ഞതുപോലെ പറ, എന്നിൽ നിന്ന് തേജസ്സിനെ എടുക്കല്ലേ, എന്നിൽ നിന്ന് ആ സാന്നിധ്യത്തെ എടുത്തു കളയല്ലേ എന്ന് പറയാൻ പറ്റുമോ? പ്രസഞ്ചാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുണ്ട്, പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം. എവിടെ പോയാലും എന്തു ചെയ്താലും അങ്ങയുടെ സാന്നിധ്യം വേണമെന്ന് കൊതിക്കുന്നവരുണ്ടോ? എല്ലാ കണ്ണുകളും അടയട്ടെ, ആരും ഉദാസീനയോടെ ഇരിക്കരുത്. റിജക്ട് ചെയ്ത് ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഇത് നിന്റെ പകലാണ്, ഇത് നിന്റെ വാഴ്ചത്വത്തിന്റെ സമയമായിട്ടുണ്ട്, വേഗത കൂടാൻ സമയമായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ മെസ്സേജിനകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് ഉത്തമ ബോധ്യമുള്ളവർ മാത്രം. എല്ലാവരും കൈവെക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഞാൻ കൗണ്ട് നോക്കുന്ന ഒരു അഭിഷക്തനല്ല. ഞാൻ ഏത് സ്റ്റേജുകളിൽ പോയാലും ഇന്ന് പകലിലും പറഞ്ഞതുപോലെ ഞാൻ ഡോളർ നോക്കുന്ന ഒരു അഭിഷക്തനല്ല, ഞാൻ നോക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ ഓൺലൈനിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്നവരോട് പറയാ, നിന്നെ മനുഷ്യൻ റിജക്ട് ചെയ്ത, സഹോദരങ്ങൾ റിജക്ട് ചെയ്ത, നീ ദൈവത്തിന് നന്ദി പറ. എന്നെ ദൈവം കൈവിടലേ എന്ന് പറ. ജോസഫിനെ ദൈവം കൈവിട്ടില്ല കേട്ടോ, ദാവീദിനെ ദൈവം കൈവിട്ടില്ല, യേശുവിനെ പിതാവ് കൈവിട്ടില്ല.